അങ്ങനെ മത്സരാവേശത്തിന്റെ കൊടുമുടിയിലേക്ക് ഇതാ നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്. അല്പം മുമ്പ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം MV ഗോവിന്ദൻ മാസ്റ്ററാണ് ലോകത്തെ അറിയിച്ചത്. M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം LDFന് വലിയ കരുത്താകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ PV കുട്ടൻ നിലമ്പൂരിൽ നിന്നും ചേരുകയാണ്. PV കുട്ടൻ, അതായത് ഇപ്പോൾ തന്നെ അവിടെ ആവേശം അലതല്ലുന്നു. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന്, LDFൻ്റെ ആശയപരമായ പോരാട്ടം അതിനൊരു സ്ഥാനാർത്ഥിയാകുന്നു എന്നത്. രണ്ട്, M സ്വരാജ് എന്ന വ്യക്തി പാർലമെൻ്ററി രംഗത്തും സമരരംഗത്തും മതേതരത്വത്തിൻ്റെയും കേരളമെന്ന ആശയത്തിൻ്റെയും ഒക്കെ ശത്രുക്കൾക്കെതിരെ ചാട്ടുളി പോലെ അടരാടിയ വ്യക്തിത്വം. അങ്ങനെയുള്ള ഒരാളാണ്. ഇങ്ങനെ വിവിധ ഘടകങ്ങൾ LDFനുണ്ട്. മറുചേരി ആകട്ടെ വലിയ സംഘർഷവുമുണ്ട്. PV അൻവർ ഉയർത്തുന്ന സംഘർഷം അടക്കം. ഇങ്ങനെ ഒരു മത്സര ചിത്രത്തിലേക്ക് പോകുമ്പോൾ അതെ അജിംഷാദ്, LDFൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി CPIMൻ്റെ സ്ഥാനാർത്ഥി രംഗത്ത് വന്നതോടുകൂടി ഇവിടുത്തെ ഈ നിലമ്പൂരിലെ മത്സര ചിത്രം ഏതാണ്ട് വ്യക്തമായി. അതോടൊപ്പം തന്നെ LDFൻ്റെ ആവേശം വലിയ രീതിയിൽ ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ നിന്നും DYFIയുടെ പ്രവർത്തകർ ഇവിടേക്ക് തൊട്ട് താഴെയുള്ള ഈ നിലമ്പൂർ നഗരത്തിലേക്ക് M സ്വരാജിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയുള്ള കൂറ്റൻ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി പോകുന്നു. വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നു. ഏതാണ്ട് മണിക്കൂറുകൾ പോലും തികഞ്ഞിട്ടില്ല. അപ്പോഴേക്കാണ് ഇത്തരത്തിൽ പ്രവർത്തകർ ഇവിടേക്ക് സംഘടിച്ചെത്തുന്നതും വലിയ രീതിയിലുള്ള ആവേശം യുവജനങ്ങൾക്ക് ഉൾപ്പെടെ നിലമ്പൂർ മണ്ഡലത്തിലെ LDFൻ്റെ എല്ലാ പ്രവർത്തകർക്കും വലിയ ആവേശത്തിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ ഇപ്പോൾ താഴെ നിലമ്പൂർ പട്ടണത്തിൽ ആദ്യത്തെ ബോർഡ് ഇവിടെ ഉയരാൻ വേണ്ടി പോവുകയാണ്. DYFIയുടെ പ്രവർത്തകർ, DYFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു M സ്വരാജ്, SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി ജീവിതം, അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തന ജീവിതം ആരംഭിച്ചത് നമുക്ക് എല്ലാം അറിയാവുന്നതുപോലെ നിലമ്പൂരിൽ നിന്ന് തന്നെയായിരുന്നു. നിലമ്പൂരിലെ എടക്കരയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അവിടെ ചുങ്കത്തറ മാർത്തോമ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു M സ്വരാജ്. അവിടുന്നായിരുന്നു അവിടുത്തെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. ഈ മാർത്തോമ കോളേജിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്നത്. അവിടെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി, പിന്നീട് 2 തവണ അവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി. SFIയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായിരുന്നു. പിന്നീട് SFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, പിന്നീട് സംസ്ഥാന സെക്രട്ടറി ആവുന്നു. ആ സമയത്തൊക്കെ സ്വാശ്രയ കോളേജ് വിഷയത്തിൽ ഉൾപ്പെടെ വലിയ സമരങ്ങൾ M സ്വരാജിൻ്റെ നേതൃത്വത്തിൽ അന്ന് SFI നടത്തിയ സമരങ്ങൾ കേരളത്തിലാകെ വലിയ രീതിയിലുള്ള ആശ്രിത കേന്ദ്രമായിരുന്നു. കേരളം ആകെ ശ്രദ്ധിച്ച സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥി നേതാവ്, പിന്നീട് യുവജന പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ അമരക്കാരൻ, DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ്, പിന്നീട് സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചു. CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം. 2016-ൽ തൃപ്പൂണിത്തുറയിൽ നിന്നും MLA തെരഞ്ഞെടുക്കപ്പെട്ടു. അത്തരത്തിൽ ഈ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പൊതുപ്രവർത്തന രംഗത്തെ വളരെ പ്രധാനപ്പെട്ട അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. നിയമസഭയിൽ നേരത്തെ മന്ത്രി കൃഷ്ണൻകുട്ടിയൊക്കെ പറഞ്ഞതുപോലെ നിയമസഭയിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേരളം ആകെ ചർച്ച ചെയ്തത് വലിയ വായനയും അറിവും അത്തരത്തിലുള്ള ഒരു പ്രസംഗ ചാരുതയൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട യുവജന നേതാവാണ്. നിലമ്പൂരുകാരൻ തന്നെയാണ്. അദ്ദേഹമാണ് നിലമ്പൂരിലേക്ക് മത്സരിക്കാനെത്തുന്നത്. അതിൻ്റെ എല്ലാ ആവേശവും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അജിംഷാദ്, മറ്റൊരു കാര്യം, ഇതേ സമയത്ത് നമുക്കറിയാം LDF ഇവിടെ ഉയർത്തുന്ന രാഷ്ട്രീയം എന്നുള്ളത് PV അൻവർ UDFനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ രാഷ്ട്രീയ വഞ്ചന, ആ വഞ്ചനക്കുള്ള ശക്തമായ മറുപടി നിലമ്പൂർ ജനത നൽകും എന്നുള്ളത് തന്നെയാണ് നിലമ്പൂർ കഴിഞ്ഞ ദിവസം CPIM നേതാക്കൾ ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഇവിടെ സംഘടനാപരമായി ഈ മണ്ഡലം നിലനിർത്തുന്നതിനുള്ള കഴിഞ്ഞ 2 തവണയും LDF ആണ് ഇവിടെ വിജയിച്ചത്. ഇത്തവണയും ഈ ഉപതെരഞ്ഞെടുപ്പ് വരാനുള്ള സാഹചര്യം പോലും PV അൻവർ ഇത്തരത്തിൽ UDFുമായി ചേർന്ന് നടത്തിയ രാഷ്ട്രീയ വഞ്ചനയുടെ ഭാഗമായിട്ടാണെന്നാണ് പൊതുവിൽ നിലമ്പൂരുകാർ തന്നെ പറയുന്നത്. അപ്പോൾ അതിനുള്ള മറുപടി ഇവിടെ നൽകുമെന്നുള്ളതാണ്. നേരത്തെ ആര്യാടൻ മുഹമ്മദിന് ഇത്തരത്തിലുള്ള വഞ്ചനക്കുള്ള മറുപടി ഈ നിലമ്പൂരിലെ ജനങ്ങൾ നൽകിയിരുന്നു. അതിന് സമാനമായ അവസ്ഥ ഇത്തവണ ഇവിടെ ഉണ്ടാകും. അത്തരം കാണാം. DYFI പ്രവർത്തകർ പ്രകടനമായി ഇപ്പോൾ നഗരത്തിലേക്ക് നീങ്ങുകയാണ്. ഇവിടെ M സ്വരാജിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട്, ആവേശം പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പ്രകടനം നടക്കുകയാണ്. അജിംഷാദ്, തീർച്ചയായും. കാരണം നേരത്തെ തന്നെ നമ്മൾ കണ്ടു, ആബാലവൃദ്ധം ജനങ്ങൾക്കും നിലമ്പൂരിനെ സംബന്ധിച്ച് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സ്വാഗതം ചെയ്യുന്നു. അതൊരു ആവേശമായി, ആഹ്ലാദമായി അവർക്ക് മാറുന്നു. അതിനുള്ള കാരണവുമുണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്നതുമാണ്.
പ്രത്യേകിച്ച് നിലമ്പൂർ എന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന തട്ടകത്തിൻ്റെ തുടക്കം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മഗേഹം ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്ത്, പോത്തുകൽ അടക്കമുള്ളവ ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട്. ഇനി മറുചേരിയിലേക്ക് പോയാൽ എന്താണ് അവിടെ? എം സ്വരാജ് തന്നെ ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം എം സ്വരാജ് തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പി വി കുട്ടൻ അത് അടയാളപ്പെടുത്തേണ്ടതാണ്. കാരണം ഈ പി വി അൻവർ ഇങ്ങനെ ഒരു ഇലക്ഷനിലേക്ക് നയിക്കപ്പെട്ട പ്രതിസന്ധി രൂപപ്പെടുത്തിയത് UDF-മായി കൂടിയാലോചന അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയിട്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതിയാണ് നമുക്ക് ബോധ്യമായത്. അതിനുശേഷമോ പി വി അൻവറിനെ കുഴിയിൽ ചാടിക്കുന്ന രീതിയിലേക്കാണ് UDF-ഉം പ്രവർത്തിച്ചത്. ഇതാണ് ഈ നിലമ്പൂരിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ യാഥാർത്ഥ്യം. ഇത് എം സ്വരാജ് സൂചിപ്പിക്കുകയും ചെയ്തു അല്പം മുമ്പ് തിരുവനന്തപുരത്ത്. പി വി കുട്ടൻ. അജിംഷാദ് ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് UDF പി വി അൻവറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്താം എന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ഒരു കൃത്യമായ ഒരു ആയാറാം ഗായാറാം എം പി ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞതുപോലെ ഉത്തരേന്ത്യയിലൊക്കെ കാണുന്ന ഒരു രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിനൊരു ഇവിടെ രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്താമെന്നുള്ളതായിരുന്നു UDF-ന്റെ ഉദ്ദേശമുണ്ടായിരുന്നത്. UDF-ന്റെ ലക്ഷ്യം അങ്ങനെയായിരുന്നു. അത് ആദ്യഘട്ടത്തിൽ പി വി അൻവറിനെ ഉപയോഗിച്ചുകൊണ്ട് ചില നീക്കങ്ങൾ നടത്തി. പക്ഷേ പി വി അൻവർ ആകട്ടെ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായ ഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു, വ്യക്തിപരമായ അധിക്ഷേപം ചൊരിയുന്നു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശിനെതിരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു. സ്വാഭാവികമായും ആ ഒരു നിലയിലും UDF-ന് അൻവർ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. പക്ഷേ അതേ ഘട്ടത്തിൽ കോൺഗ്രസിനകത്ത് ഒരു വിഭാഗം ശക്തമായി അൻവറിന് വേണ്ടി നിലകൊള്ളുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. ഇത്തരത്തിലാകെ കുഴഞ്ഞു മറിഞ്ഞ രീതിയിലേക്കാണ് UDF-ന്റെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ഉള്ളത്. ആ ഘട്ടത്തിലാണ് LDF കരുത്തനായ നേതാവിനെ തന്നെ CPI-ന്റെ സംസ്ഥാന സെക്രട്ടറി രംഗത്തെ തന്നെ ഈ നിലമ്പൂരിൽ ചിരപരിചിതനായ ഇവിടെ വലിയ സ്വാധീനമുള്ള എം സ്വരാജിനെ ഇവിടേക്ക് അവതരിപ്പിക്കുന്നത്, ഇവിടേക്ക് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. അത് വലിയ ആവേശം ഇവിടുത്തെ പൊതുജനങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എം സ്വരാജിന്റെ പ്രചാരണത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള കൂറ്റൻ ബോർഡും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് DYFI പ്രവർത്തകർ നഗരത്തിൽ, അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന് ഏതാണ്ട് മിനിറ്റുകളെ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു മണിക്കൂർ പോലും ആയിട്ടില്ല. അതിനു മുമ്പാണ് ഇത്തരത്തിൽ പടുകൂറ്റൻ ബോർഡും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നഗരത്തിലൂടെ DYFI പ്രവർത്തകർ പ്രകടനം നടത്തുന്നത്. ഇതൊക്കെ ഒരു ഈ നിലമ്പൂർ മണ്ഡലം എങ്ങനെയാണ് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം കാണുന്നത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളാണ് ഇതൊക്കെ. തീർച്ചയായും അവർ കാത്തിരുന്ന ഒരു സ്ഥാനാർത്ഥി മാത്രമല്ല, അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നമായി ലഭിക്കുകയാണ്. അങ്ങനെ കൂടിയൊരു മേൽക്കൈ അവിടെ ഉണ്ട് LDF-നെ സംബന്ധിച്ച്. പി വി കുട്ടൻ. അജിംഷാദ്, നിലമ്പൂർ മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മണ്ഡലത്തിന്റെ രൂപീകരണ കാലം മുതൽ CPI-ന് ശക്തമായ മേൽക്കൈയുള്ള അല്ലെങ്കിൽ വലിയ അടിത്തറയുള്ള ഒരു മണ്ഡലം തന്നെയാണിത്. ഈ മണ്ഡല രൂപീകരണം നടന്ന ആദ്യ മത്സരത്തിൽ തന്നെ കുഞ്ഞാലിയാണ്, അതായത് മലപ്പുറത്തിൻ്റെയും കേരളത്തിൻ്റെയും CPI പ്രവർത്തകരുടെ ആവേശമായ ആ കുഞ്ഞാലിയായിരുന്നു ഇവിടെ MLA തെരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് അദ്ദേഹം വിജയിച്ചു. അദ്ദേഹം MLA ആയിരിക്കുമ്പോഴാണ് രക്തസാക്ഷിയാവുന്നത്. അതിനുശേഷം പല തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷം ഇവിടെ വിജയിച്ചിട്ടുണ്ട്, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ളൊരു പ്രദേശം തന്നെയാണ്. സംഘടനാപരമായി വലിയ അടിത്തറയുള്ള പഞ്ചായത്തുകൾ, അതോടൊപ്പം തന്നെ ഇവിടെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ഉൾപ്പെടെ LDF ആണ്. അത്തരത്തിൽ വലിയ കരുത്തുള്ളൊരു മേഖല കൂടിയാണ് LDF-ന്. അതുകൊണ്ട് തന്നെ സംഘടനാ സംവിധാനം ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുകയും എം സ്വരാജിനെ പോലെയുള്ള സ്ഥാനാർത്ഥി ഇവിടെ വരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ ഇവിടെയുണ്ട്. ഈ പറയുന്ന കോൺഗ്രസിനകത്തെ വിഷയങ്ങൾ ഒരു ഭാഗത്തുള്ളപ്പോൾ തന്നെ നമുക്ക് എടുത്തു കാണിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേരളം കഴിഞ്ഞ 9 വർഷക്കാലം നേടിയ വലിയ വികസനത്തിൻ്റെ ഒരു വഴികളുണ്ട്. അതിൽ അടിസ്ഥാന സൗകര്യ വികസനമായാലും ക്ഷേമ പദ്ധതികളായാലും വലിയ രീതിയിലുള്ള വ്യാവസായിക വികസനമായാലും ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ കേരളം ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിലുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടപ്പിലാക്കി LDF സർക്കാർ നടപ്പിലാക്കിയപ്പോൾ അതിന് വലിയൊരു പങ്ക് ലഭിച്ച ഒരു പ്രദേശമാണ് നിലമ്പൂർ എന്നുള്ളതാണ്. നിലമ്പൂരിന്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ നടന്നത്. 1800 കോടി രൂപയുടെ വികസനം ഒരു മണ്ഡലത്തിൽ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞത് നിസ്സാരമായ ഒരു കാര്യമല്ല. ഇവിടെ എണ്ണി പറയാൻ പറ്റുന്ന വികസന പദ്ധതികളുണ്ട്. പാലങ്ങളും റോഡുകളും
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രിയുടെ വികസനവും അതോടൊപ്പം തന്നെ ഈ പ്രളയകാലത്ത് വലിയ ദുരന്തം നേരിട്ട ഒരു പ്രദേശം കൂടിയാണ് നിലമ്പൂർ. ഇവിടെ പ്രളയ ദുരിതാശ്വാസത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത്. അതോടൊപ്പം തന്നെ മാതൃകാപരമായ പുനരധിവാസ പ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ആ കാഴ്ചകളൊക്കെ ഇവിടെ ദൃശ്യമാണ്. ഇവിടെ ജനങ്ങൾക്ക്, നിലമ്പൂരിലെ ജനതകൾക്ക് അതൊക്കെ ദൃശ്യമാണ്. അതുകൊണ്ട് തന്നെ LDF ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ വികസന വിഷയങ്ങളൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പ്രചാരണ രംഗത്തൊരു മേൽക്കൈ നേടുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും. അജിംഷാദ്.